അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒന്ന് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ടുണ്ടല്ലോ ഒരു കപ്പ് തേങ്ങയും കൂടിയും ചിരുകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ഏലക്ക പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 3 വലിയ നേന്ത്രപ്പഴം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇതിന് പഴം വാട്ടിയതാണെന്നാണ് പറയാറ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.